അവർ നമ്മൾ പല സമയത്തും 2016 നിരുപാധികം ഒന്നുമില്ലാത്ത ഒരു മേഖലയിൽ അന്ന് ഞാൻ ഇവിടെ മത്സരിക്കുന്ന സമയത്തും എനിക്ക് വേണ്ടി അവർ ധാരാളം പാടുപെട്ടിട്ടുണ്ട്. ഇപ്പോഴും എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന രീതിയിലാണ് RSSൻ്റെ ടീം നമുക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. അതിനെന്ന് ഇപ്പോൾ രാവിലെ വിളിച്ച സാജു പറഞ്ഞ ഒരു വാക്കുണ്ട്, നിങ്ങളുടെ പിള്ളേർ ഇവിടെ വന്നു. ഞങ്ങൾക്ക് വീർപ്പാട് സൈഡിൽ ഞങ്ങൾക്ക് കുറേ പാർട്ടി വർക്കേഴ്സ് ഉണ്ട്, പക്ഷേ അവരല്ല ചെന്ന ആരാന്ന് ചോദിച്ചപ്പോൾ മുഴുവൻ RSSൻ്റെ പിള്ളേരാണ്. ഒരു കാര്യം എന്നാന്ന് പറഞ്ഞാൽ നിങ്ങളത് മനസ്സിലാക്കേണ്ടത്, ഈ ബലിദാനികൾ അവരുടെ ജീവിതം കഴിഞ്ഞു. എനിക്കതിൽ രമിത്തിനെ എൻ്റെ മനസ്സിലോർക്കും. രമിത്ത് എൻ്റെ വണ്ടിയുടെ ഡ്രൈവറായിരുന്നു. മരിക്കുന്നതിൻ്റെ ഒരു 2016 ഇലക്ഷൻ നടക്കുമ്പോൾ രമിത്തൻ എൻ്റെ വണ്ടിയുടെ ഡ്രൈവർ നല്ല കോച്ചായിരുന്നു. അപ്പോൾ അവരൊക്കെ മരിച്ചു പോയത് ഒരു നോബിൾ കോസിന് വേണ്ടി. അത് വൃഥാവിലാവില്ല ഈ രാജ്യത്ത്. അത് ശരിക്കും അതൊരു ഹാർട്ട് ടച്ചിങ്. അവരുടെയൊക്കെ കുടീരത്തിൻ്റെ സൈഡിൽ ചെല്ലുമ്പോൾ നമ്മളൊക്കെ വിചാരിക്കുന്നത്, പണ്ടൊക്കെ കോൺഗ്രസ്സുകാരനായിരുന്നപ്പോൾ RSS CPM ഏറ്റുമുട്ടില്ല. പക്ഷെ ഇവിടെ അതല്ല. അവരുടെ ജീവിതം രാജ്യത്തിന് വേണ്ടി കൊടുത്തത്. അത് ഈ കോൺഗ്രസിൻ്റെ സംഘടനത്തിൽ മരിച്ചുപോയവരെ പോലെയല്ല. അവർ RSSൻ്റെ ശരിക്കും വർക്കേഴ്സായിരുന്നു. അവരുടെ വർക്കേഴ്സ് അവർ എന്തോ പഠിച്ചു. അതുകൊണ്ടാണ് ഭാരത് മാത എന്ന് പറയുമ്പോൾ അവരുടെ സിരകളിലൂടെ രക്തം തിളയ്ക്കുന്നത്.